ഹലോ കൂട്ടുകാരെ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് തികച്ചും വ്യത്യസ്തമായ മുളക് ബജിയുടെ റെസിപ്പിയുമായാണ്. ആദ്യം തന്നെ നമുക്ക് ഈ മുളകെല്ലാം നല്ലതുപോലെ കഴുകിയെടുക്കാം. അതിനുശേഷം ഇത് രണ്ടായിട്ട് ഒന്ന് മുറിച്ചെടുക്കാം. മുറിക്കുമ്പോൾ നമ്മുടെ ഞെട്ടുള്ള ഭാഗത്തേക്ക് അധികം മുറിക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒന്ന് കീറി എടുത്താൽ മാത്രം മതി. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള ഈ വിത്തുകളെല്ലാം കൈകൊണ്ടൊന്ന് എടുത്തു മാറ്റണം. രണ്ട് സൈഡിൽ എടുത്തു മാറ്റണം. അപ്പോൾ ഇതുപോലെ നമ്മുടെ കൈകൊണ്ട് തന്നെ ആ ഞെട്ടിൽ നിന്നും അത് വിടിയിച്ച് ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ ഇത് നല്ലതുപോലെ ഇങ്ങോട്ട് പോന്നോളും. കണ്ടല്ലോ. അപ്പോൾ ഒരറ്റം വിടിയിക്കാതെ നമുക്ക് ഈ മുളകെല്ലാം ഇതുപോലെ റെഡിയാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാ മുളകും ഒന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇനി നമുക്ക് ഈ മുളകിൻ്റെ ഉള്ളിൽ വെക്കാനുള്ള ഫില്ലിങ് തയ്യാറാക്കാം. അതിനായി 2 മുട്ട പുഴുങ്ങിയതിന് ശേഷം ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് സവാള ഇട്ട് കൊടുക്കാം, പൊടിയായരിഞ്ഞ സവാള. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ക്യാരറ്റാണ്. അതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഒരു ക്യാരറ്റ് എടുത്തിട്ട് കുറച്ച് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് ഉപ്പ് കൂടി ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. ശേഷം നമുക്ക് മയോനൈസ് ചേർത്ത് കൊടുക്കാം. മയോനൈസും കൂടെ ചേർത്തതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഈ മുട്ടയും ക്യാരറ്റും സവാളയും എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് ഒട്ടിപ്പിടിച്ചിരിക്കുന്ന പാകമാകുന്നത് വരെ നമുക്ക് മയോനൈസ് ചേർത്ത് കൊടുക്കാം. അതാണ് ഈ ഫില്ലിങ്സിൻ്റെ പാകം. നമ്മുടെ ഫില്ലിങ്സ് അങ്ങനെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. മുളക് ബജി പൊരിക്കാൻ ആവശ്യമായിട്ടുള്ള മാവ് നമുക്ക് തയ്യാറാക്കി എടുക്കണം. അതിനായിട്ട് 1.5 കപ്പ് മൈദ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1/2 കപ്പ് അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാണ് മാവിൻ്റെ കൺസിസ്റ്റൻസി. ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം. ഇത് വിട്ട് പോരണം. ഇങ്ങനെ കാണിക്കുമ്പോൾ ഇതുപോലെ വിട്ട് പോരണം. ആ ഒരു രീതിയിൽ വേണം മാവ് തയ്യാറാക്കി എടുക്കാൻ. ഇനി നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ്സ് മുളകിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം. മുളകിൻ്റെ 2 സൈഡിലും ഈ ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഒരു സ്പൂൺ ഉപയോഗിച്ചോ അല്ലെങ്കിൽ നമ്മുടെ കൈ തന്നെ ഉപയോഗിച്ചോ നമുക്കിത് വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ 2 സൈഡിലും നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ശേഷം ഇതൊന്ന് ചേർത്ത് വെച്ചിട്ട് നമുക്ക് മാവിലൊന്ന് മുക്കിയെടുക്കണം. കണ്ടല്ലോ, ഇത് ഫുൾ ഒരു മുളകായിട്ടാണ് ഇപ്പോൾ നമുക്ക് ഇരിക്കുന്നത്. ഇനി നമുക്കിത് മാവിൽ മുക്കിയെടുക്കാം. ഫില്ലിങ് പോകാത്ത രീതിയിൽ വേണം നമ്മളിത് കോട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇത് നല്ലതുപോലെ കോട്ട് ചെയ്തതിന് ശേഷം ചൂടായ എണ്ണയിലേക്ക് നമുക്കിത് പൊരിക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ അടുത്തൊരു മുളകും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു സൈഡ് ഒന്ന് മൂത്ത് കഴിയുമ്പോൾ നന്നായിട്ട് മുരിഞ്ഞ് വരുമ്പോൾ നമുക്ക് അടുത്ത സൈഡും കൂടി ഇട്ട് കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് കൊടുത്ത് നമുക്കിതൊന്ന് നല്ലതുപോലെ മൊരിയിച്ചെടുക്കണം. അങ്ങനെ നല്ലൊരു ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്കിതൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് കൊടുത്ത് മൊരിയിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ മുളക് ബജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിൽ നിന്നും കോരിയെടുത്ത് മാറ്റാം. നല്ല മുരുമുരുത്ത മുളക് ബജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റാണ് ചൂട് ചായക്കൊപ്പം കഴിക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ എല്ലാം നമുക്ക് തയ്യാറാക്കി എടുക്കാം. ഇത് നമുക്ക് നല്ല ചൂടോടുകൂടി കഴിക്കുന്നതാണ് കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഉൾഭാഗം ഞാനൊന്ന് കാണിച്ചു തരാം. നല്ല അടിപൊളിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. നമ്മുടെ എഗ്ഗും ക്യാരറ്റും സവാളയും ഒക്കെ കൂടിയുള്ള നമ്മുടെ ഫില്ലിങ്സും അതിനുള്ളിൽ തന്നെ നല്ലതുപോലെ ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള മുളക് ബജി നമുക്ക് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ.